കൊക്കോപ്പഴം കണ്ടോ മക്കളെ? ഒരു കാലത്തെ നമ്മളുടെ നാട്ടിൽ സുലഭമായി ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. കർഷകർ ഇത് വെച്ച് പിടിപ്പിച്ച് വില ഇടിയാൻ തുടങ്ങിയപ്പോൾ നഷ്ടം പേടിച്ച് ഇതൊക്കെ വെട്ടി കൃഷി സ്ഥലത്തു നിന്ന് ഒഴിവാക്കിയ ഒരു സാധനമാണ് ഈ കാണുന്ന കൊക്കോ. ഈ മരത്തമ്മേ ധാരാളം പിടിച്ചിട്ടുണ്ട് കണ്ടോ? ഈ കൊക്കോ മരത്തമ്മേ എന്തുമാത്രം കാണണേ. ഇത് അണ്ണാമാർ, മരപ്പട്ടി, ചില കിളികൾ ഇത് കൊത്തിപ്പൊളിച്ചതിൻ്റെ ഉള്ളിലത്തെ കായ തിന്നും. നമുക്ക് ഒരു കായ പൊട്ടിച്ച് ഈ കായ തിന്നാം. ഞങ്ങൾ ഇത് പൊട്ടിച്ച് ഇടയ്ക്ക് തിന്നാറുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഒരെണ്ണം പൊട്ടിച്ച് എന്താ ഇതിൻ്റെ വിവരം എന്നറിയാം. ഓക്കെ, നേരെ പകുതിയായി പൊളിച്ചപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ രൂപം. ഇനി നമുക്ക് ഈ സീഡ് ഉണ്ടല്ലോ, അതായിരിക്കുന്ന അവസ്ഥയിൽ അതിനെ പതുക്കെ നമുക്കൊന്ന് അകത്തി കുറേശ്ശെ എടുത്ത് തിന്നാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നോക്ക്, നമ്മൾ അതിൻ്റെ ഷെല്ലിൽ നിന്ന് ആ സീഡ് ഒരു പാത്രത്തിലെടുത്തു. കണ്ടോ? ഇതിനെ ശരിക്ക് സൂക്ഷിച്ച് നോക്കി അതിൻ്റെ മുകളിൽ ഒരു ഫ്ലഷ് കവർ ചെയ്ത് നിൽക്കണം. കണ്ടോ? ഇതാണ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റിയ മാംസളമായ ഭാഗം. അപ്പോൾ നമ്മൾ മിഠായിയൊക്കെ വായിലിട്ട് ഞൊണഞ്ഞ് കഴിക്കണ പോലെ കുരു ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ മുകളിലത്തെ ആ ഫ്ലഷ് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് തന്നെയാണ് ഡ്രൈ ചെയ്ത്, ഈ സീഡ് തന്നെയാണ് ഡ്രൈ ചെയ്ത് പൗഡറാക്കി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലൊക്കെ ആക്കി നമുക്ക് കൊക്കോ പൗഡർ, പിന്നെ കൊക്കോ ജ്യൂസ്, പിന്നെ പലതരത്തിലുള്ള നമ്മളുടെ പലഹാരങ്ങൾ, ഈ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇതിനെ സംസ്കരിച്ച് എടുത്തിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഓൾ ദ ബെസ്റ്റ്.